1985 ഈ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഷാബാനു കേസിലെ ലാൻഡ്മാർക്ക് വേർഡിക്റ്റ് വരുന്നത്. പക്ഷേ ഈവൻ ഇൻ റീസെൻറ്റ് ടൈംസ് നമ്മളുടെ ഇന്ത്യയിൽ ഈ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ജുഡീഷ്യറി അതുപോലെ സോഷ്യൽ സ്പേസിലൊക്കെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പല സബ്ജക്ട്സും ഡിബേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഡിസിഷൻ മേക്കിംഗ് ലെവലിലൊക്കെ ഡിബേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഷാബാനു കേസ് റിപ്പീറ്റഡ്ലി റെഫർ ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇത്രയും ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തീം എടുത്ത് ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഹൈ ആവുന്നത് വളരെ നോർമലാണ്. പക്ഷെ അതൊന്നും പിന്നെ സുബാൻ വർമ്മയുടെ ഹക്ക് എന്ന് പറഞ്ഞ സിനിമ മീറ്റ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു ആംഗിൾസൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു സേഫ് സ്റ്റാൻഡ് എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് പിന്നെ യങ്ങർ വേർഷനായിട്ടുള്ള ഷാസിയനാണ്. അതായത് റിയൽ ലൈഫിൽ തൻ്റെ 62ാമത്തെ വയസ്സിലാണ് ഷാസിയ ബാനു എന്ന മുസ്ലിം വുമൻ തൻ്റെ എക്സ് ഹസ്ബൻഡിൽ നിന്ന് പിന്നെ ഈ മെയിൻ്റനൻസ് ഡിമാൻഡ് ചെയ്തുകൊണ്ടൊരു കേസ് ഫയൽ ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഷാസിയ ബാനു യങ്ങറാണ്. യങ്ങർ വേർഷൻ ഓഫ് അവർ കല്യാണം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞ് ഇതാണ് അവർ ആക്ച്വലി സെറ്റിൽ ചെയ്തു ലൈഫിൽ എന്ന് വിചാരിക്കുന്ന സമയത്താണ് അവരുടെ ഹസ്ബൻഡ് അവരെ കംപ്ലീറ്റ് പിന്നെ ഡ്രീംസിനെ ഷാറ്റർ ചെയ്തുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ട്രിപ്പിൾ തലാക്ക് ചെയ്യപ്പെട്ട അവരെ എങ്ങനെയാണ് സൊസൈറ്റി പെർസീവ് ചെയ്യുന്നത്, അവരുടെ ജീവിതം, അതായത് അവർക്ക് കുട്ടികളുണ്ട്, അവർക്ക് ജോലിയില്ല, അത്ര എഡ്യൂക്കേഷനുള്ള ഒരാളല്ല, വീട്ടിലും ഫൈനാൻഷ്യൽ പിന്നെ സിറ്റുവേഷൻസൊക്കെ വളരെ പൂറാണ്. അപ്പോൾ അങ്ങനെ അവർ അത് വളരെ ഒരു കാര്യമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സിനിമയുടെ ഒരു ഫോക്കസിലേക്ക് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസൊക്കെ വളരെ ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നു. അതുമാത്രമല്ല സെക്കൻഡ് ഹാഫിലെ സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമയായിട്ട് മാറുന്നുണ്ട്. അതിൽ റിയൽ ഷാബാനു കേസിൻ്റെ മൈൽ സ്റ്റോൺസ് എടുത്തുകൊണ്ട് കോർട്ട് റൂം ട്രയൽസ് കാണിക്കുന്നുണ്ട്. അത് കുറച്ച് ഇൻഫർമേറ്റീവാണ്. അത്യാവശ്യം അത് വളരെ കൺവിൻസിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് യാമി ഗൗതത്തിൻ്റെ ഷാസിയ ബാനു റോളിലുള്ള പെർഫോമൻസാണ്. വളരെ കമൻറ്റബിളാണ്. നല്ല രീതിയിൽ ഇത്തരമൊരു സിറ്റുവേഷനിലൂടെ പോകുന്നൊരു സ്ത്രീയുടെ ഫിസിക്കൽ, ഇമോഷണൽ, അതുപോലെ തന്നെ ആസ് എ മദർ അവരുടെ സ്ട്രഗിൾസ്, ഈ എല്ലാ ന്യൂവാൻസസും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു കോർട്ട് റൂം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പിന്നെ യാമി ചെയ്യുന്നുണ്ട്. അത് അവരെന്നെ വാദിക്കുന്ന ഇത് അത് നല്ല രീതിയിൽ കൺവിൻസിങ് ആയി തോന്നി. എന്നാലും ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് റിലീജിയസ് ഇൻ്റർപ്രിറ്റേഷൻ വരുന്ന സമയത്തൊക്കെ അവർ ഒരു വീക്ക് ക്യാരക്ടറായിട്ട് അവർ ഈ കാണിക്കുന്ന അവരുടെ ഒരു അസേർട്ടീവ് സംഭവങ്ങളൊന്നും നമുക്കവിടെ കാണാൻ പറ്റില്ല. പിന്നെയുള്ളത് ഇമ്രാൻ ഹാഷ്മിയാണ്. ഇമ്രാൻ ഹാഷ്മി നല്ല പെർഫോമൻസാണ്. ഇതുപോലെ തന്നെ പിന്നെ ഡാനിഷ് ഹുസൈൻ്റെ ഫാദർ റോളും നമുക്ക് വളരെ നന്നായിട്ടാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്.